മൗസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വിവരിക്കുന്നത് വിൻഡോസ് 10 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ സാധാരണ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് വിൻഡോസ് സ്ലോ ആവുക അല്ലെങ്കിൽ വിൻഡോസ് വർക്ക് ചെയ്യാതിരിക്കുക എന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണ ഒരു ടെക്നീഷ്യൻ്റെ സഹായം തേടുകയാണ് പതിവ്. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ടെക്നീഷ്യനെ ലഭിച്ചുകൊള്ളണമെന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലവും കൊടുക്കേണ്ടി വരും. എന്നാൽ ഒരല്പം ശ്രദ്ധിച്ചാൽ വിൻഡോസ് 10 നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേയുള്ളൂ. പോകാം നമുക്ക് നേരെ വീഡിയോയിലേക്ക്. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വിവിധ മെത്തേഡുകളുണ്ട്. അതിൽ ചിലത് പുതിയ കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രമേ യോജിക്കുകയുള്ളൂ. ഞാനിവിടെ വിവരിക്കുന്നത് മിക്കവാറും കമ്പ്യൂട്ടറുകളിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഒരു ബൂട്ടബിൾ പെൻ ഡ്രൈവ് ഉണ്ടാക്കുന്നതിന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന്, ഒരു പെൻ ഡ്രൈവ് തന്നെ. പെൻ ഡ്രൈവ് ചുരുങ്ങിയത് 8 GB എങ്കിലും ഉണ്ടാവണം. കാരണം വിൻഡോസിൻ്റെ ഫയൽസ് ഡൗൺലോഡ് ചെയ്താൽ 4 GB കൂടുതൽ വരും. 4 GB കഴിഞ്ഞാൽ പിന്നെ പെൻ ഡ്രൈവ് വരുന്നത് 8 GB ആണ്. മറ്റൊന്ന് വേണ്ടത് ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു ബൂട്ട് ഡിസ്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടറിനെ കുറിച്ച് കുറച്ച് പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതിലൊന്ന് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. അത് നമ്മുടെ കമ്പ്യൂട്ടർ 32 ബിറ്റാണോ 64 ബിറ്റാണോ എന്നറിയണം. മറ്റൊന്ന്, നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫയലുകൾ സ്റ്റോർ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ പെൻ ഡ്രൈവിലോ ആയിരിക്കാം. ഹാർഡ് ഡിസ്കൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവും. പാർട്ടീഷൻ ചെയ്യുന്നതിന് 2 സിസ്റ്റം ഉണ്ട്, MBR ആൻഡ് GPT. നമ്മുടെ കമ്പ്യൂട്ടറിൽ MBR ആണോ GPT ആണോ എന്ന് മനസ്സിലാക്കിയിരിക്കണം. മറ്റൊന്ന്, ഡിസ്ക് എങ്ങനെ ഫോർമാറ്റ് ചെയ്യും എന്നും മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ കമ്പ്യൂട്ടർ 32 ബിറ്റോ 64 ബിറ്റോ എങ്ങനെ അറിയാം? ദിസ് PC അയക്കണമെന്ന് ഇതിൽ ഏറെ കൊണ്ടുപോവുക. ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ സിസ്റ്റം ടൈപ്പ് ഇവിടെ കാണിക്കും. സിസ്റ്റം ടൈപ്പ് എൻ്റെ കമ്പ്യൂട്ടർ ഇപ്പോൾ 64 ബിറ്റാണ്. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ 64 ബിറ്റാണ് എന്ന് മനസ്സിലാക്കി. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ പാർട്ടീഷൻ സിസ്റ്റം MBR GPT എങ്ങനെ അറിയാം? അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വീണ്ടും ഈ ദിസ് PC തന്നെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതിലൊന്ന് മാനേജ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ഈ വരുന്ന മെനുവിൽ നിന്ന് ഡിസ്ക് മാനേജ്മെൻറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഡിസ്കിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് വരും. ഓക്കെ, അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇപ്പം ഡിസ്ക് 0, ഡിസ്ക് 1, അതുപോലെ അതിൻ്റെ താഴെ ഡിസ്ക് 2 റിമൂവബിൾ ഡിസ്ക്, ഇങ്ങനെ 3 എണ്ണം ആണ്. അത് 2 ഹാർഡ് ഡിസ്കും ഒരു പെൻ ഡ്രൈവാണ് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് വിൻഡോസിൻ്റെ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം ബൂട്ട് ഡിസ്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഏത് ഹാർഡ് ഡിസ്കിലാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഡ്രൈവിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഡിസ്ക് 0 ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മെനുവിൽ നിന്ന് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പ്രോപ്പർട്ടീസ് വന്നാലിങ്ങനെ ഒരു പിന്നെ മെനു നമുക്ക് കാണാം. അതിൻ്റെ വോളിയംസ് ഒന്ന് സെലക്ട് ചെയ്യുക. വോളിയംസ് സെലക്ട് ചെയ്താൽ പാർട്ടീഷൻ സ്റ്റൈൽ കാണും. ഉണ്ടോ? എൻ്റെതിപ്പം മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് MBR ആണ്. ചിലതിൽ GPT ആയിരിക്കും. മറ്റൊന്ന്, ഉണ്ടാക്കാൻ പോകുന്ന പെൻ ഡ്രൈവ് ഒന്ന് ഫോർമാറ്റ് ചെയ്യേണ്ടി വരും. ഫോർമാറ്റ് ചെയ്യുമ്പോൾ അതിലും 2 സിസ്റ്റം കാണും. FAT32 കാണാം, അതുപോലെ NTFS കാണാം. ഇവിടെയൊക്കെ എൻ്റെ C ഡ്രൈവ് ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത് NTFS ആണ്. അതേസമയം പെൻ ഡ്രൈവ് ചെയ്തിരിക്കുന്നത് FAT32 ഉപയോഗിച്ചാണ്. അപ്പോൾ മിക്കവാറും ഇപ്പോൾ ലേറ്റസ്റ്റിലൊക്കെ ചെയ്യുന്നത് NTFS ആണ്. എങ്ങനെ ഒരു ഡിസ്ക് ഫോർമാറ്റ് ചെയ്യാം? ആദ്യം പെൻ ഡ്രൈവ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുക. അതിലേതെങ്കിലും ഫയൽസ് ആവശ്യമുണ്ടാണെങ്കിൽ ബാക്കപ്പ് ചെയ്ത് വെക്കണം. കാരണം ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഫയലെല്ലാം പോകും. അപ്പോൾ അതിനുശേഷം ദിസ് PC ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് കണക്റ്റഡായ എല്ലാ ഡിസ്കിൻ്റെയും ഡീറ്റെയിൽസ് വരും. അതിൽ എൻ്റെ പെൻ ഡ്രൈവ് ഇതാണ്. അത് ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നതിന്
അത് സെലക്ട് ചെയ്തിട്ടൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മെനു വരും. അതിൽ ഒരു ഐറ്റം ഫോർമാറ്റ് എന്നായിരിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിസ്കിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിപ്പോൾ 14.8 GB ആണ്. ബാക്കി ആക്ച്വലി ഇറ്റ് ഈസ് 16 GB. ബാക്കി കുറച്ച് ഫയലുകൾക്ക് ഉപയോഗിച്ച് പോയി. പിന്നെ അതിൽ ഫയൽ സിസ്റ്റം കാണിക്കും. ഫയൽ സിസ്റ്റം നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. FAT32 NTFS, നമ്മൾ NTFS സെലക്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിസ്കിലെ വോളിയം ലെവൽ നമുക്ക് മാറ്റാവുന്നതാണ്. ഞാൻ Win10 ബൂട്ട് എന്നാക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്താൽ ഇതിലെ ഫയലെല്ലാം പോകുമെന്നൊരു വാണിംഗ് വരും. നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ ഫോർമാറ്റ് ചെയ്യും. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഓക്കെ, ഇപ്പോൾ ഫോർമാറ്റിംഗ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിസ്ക് ഫോർമാറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഹാർഡ് ഡിസ്കും ഫോർമാറ്റ് ചെയ്യാം. ഒരു കാര്യം, നമ്മളിപ്പോൾ ഫോർമാറ്റ് ചെയ്ത ഡിസ്ക് കമ്പ്യൂട്ടറിൽ നിന്ന് മാറ്റുക. കാരണം നമ്മൾ അബദ്ധത്തിൽ ഇത് സെലക്ട് ചെയ്ത് പോയിരുന്നാൽ വിൻഡോസ് ഫയൽസ് ഇപ്പോൾ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടേക്കാം. ഇതുവരെ നമ്മൾ ചെയ്തത് വിൻഡോസ് ബൂട്ട് ഡിസ്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള പ്രാഥമിക കാര്യങ്ങളാണ്. ഇനി വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് 3 ഭാഗങ്ങളുണ്ട്. അതിൽ പാർട്ട് 1 ഡൗൺലോഡിങ് വിൻഡോസ് ISO ഫയൽസ്. അത് ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിൾ ക്രോമിൽ പോകാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അവിടെ അപ്പോൾ വിൻഡോസ് 10 മീഡിയ ക്രിയേഷൻ ടൂൾസ് ഡൗൺലോഡ് ഈ ഓപ്ഷൻ എടുക്കുക. ആ ഓപ്ഷൻ എടുക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം, ഡൗൺലോഡ് വിൻഡോസ് 10 ഡിസ്ക് ഇമേജ്. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ താഴോട്ട് വന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം, അപ്ഡേറ്റ് നൗ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിൻഡോസ് 7 ആണെങ്കിൽ 10 ആക്കുന്നതിന് ആ ടൈപ്പിന് അപ്ഡേറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷേ നമ്മളിവിടെ ഫ്രഷായിട്ട് പിന്നെ വിൻഡോസ് 10 പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഫയൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഡൗൺലോഡ് ടൂൾ നൗ ഈ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ മീഡിയ ക്രിയേഷൻ ടൂൾ എന്നൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യും. അതൊരു ചെറിയൊരു എക്സിക്യൂട്ടബിൾ ഫയലാണ്, EXE ഫയലാണ്. അപ്പോൾ അത് അതൊന്ന് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യും. അത് കൊടുത്താൽ ഇങ്ങനെ ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ആക്സെപ്റ്റ് കൊടുക്കുക. വീണ്ടും ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ 2 ഓപ്ഷൻ കിട്ടും. അപ്ഗ്രേഡ് ദിസ് PC, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇതെടുക്കാം. പക്ഷേ നമുക്ക് വേണ്ടത് പുതുതായിട്ടൊരു ബൂട്ട് ഡിസ്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2ാമത്തെ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഡിഫോൾട്ട് ഓപ്ഷൻസൊക്കെ ഇവിടെ ഫില്ല് ചെയ്യും. അത് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അതുപോലെ എഡിഷൻ വേണ്ടത് വിൻഡോസ് 10 ആണ്. അതുപോലെ ആർക്കിടെക്ചർ 64 ബിറ്റാണ്. അത് എൻ്റെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അഥവാ നമുക്കിതിൽ മാറ്റം വരുത്തണമെങ്കിൽ ഈ ബോക്സ് ഒന്ന് ഡീസെലക്ട് ചെയ്യുക. അപ്പോൾ അത് എഡിറ്റബിളാവും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ 32 എടുക്കാം, അല്ലെങ്കിൽ 2ഉം എടുക്കാം, ബോത്ത് എന്ന ഓപ്ഷൻ എടുക്കാം, അല്ലെങ്കിൽ 64 ബിറ്റ് എടുക്കാം. അതുപോലെ ലാംഗ്വേജസ് വേണമെങ്കിൽ ഇവിടെ മാറ്റാം, ആവശ്യമുള്ള ലാംഗ്വേജ് എടുക്കാം. വിൻഡോസ് 10 മാറ്റാൻ കഴിയില്ല, എന്നാൽ വിൻഡോസ് 10 ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാം എൻ്റെ കമ്പ്യൂട്ടറിനനുസരിച്ച് വന്നുകൊണ്ട് ഞാനതിൽ ചേഞ്ചൊന്നും വരുത്തുന്നില്ല. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെയാണ് ഒരു ചെറിയൊരു കൺഫ്യൂസിങ് ഓപ്ഷൻസ് ഉള്ളത്. അതിവിടെ 2 ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. USB ഫ്ലാഷ് ഡ്രൈവ് ആണോ അല്ലെങ്കിൽ ISO ഫയലാണ്. USB-യിൽ കണക്ട് ചെയ്യുന്ന ഫ്ലാഷ് ഡ്രൈവിലാണ് ബൂട്ട് ഡിസ്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിൻഡോസിൻ്റെ ഇമേജ് ഫയൽ ഡൗൺലോഡ് ചെയ്യാണ്. അത് പിന്നെ പെൻഡ്രൈവിൽ അല്ല ചെയ്യേണ്ടത്, അത് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ 2ാമത്തെ ഓപ്ഷൻ എടുക്കുന്ന ISO ഫയൽ. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ ചോദിക്കും എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഈ ഹാർഡ് ഡിസ്ക് Dയിൽ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാർഡ് ഡിസ്ക് D സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പേര് വരിക windows.iso എന്നാണ് ആ ഫയലിൻ്റെ പേര് വരിക. അത് നമ്മൾ മാറ്റാൻ നിൽക്കേണ്ടത്. എന്നിട്ട് അത് സേവ് ചെയ്യാൻ പറയാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ തുടങ്ങും. അത് കുറച്ച് സമയമെടുക്കും.
ഇപ്പോൾ ഇതിപ്പം 1% ആയിട്ടുണ്ട്. അത് 100%, അത് 100% ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതാദ്യം ഒരു തവണ വിൻഡോസിൻ്റെ എല്ലാ ഫയലും ഒന്ന് ഡൗൺലോഡ് ചെയ്യും. അപ്പം അതിനുശേഷം അത് 100% ആയിക്കഴിഞ്ഞാൽ ഒന്ന് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് കിട്ടും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാണാൻ ഫീൽ ഫ്രീ ടു കീപ്പ് യൂസിങ് ദി PC. ഇത് മിനിമൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ പിന്നെ ജോലികളൊക്കെ ചെയ്യാം. ഇടയ്ക്കുള്ള ഭാഗങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ വിൻഡോസ് ISO ഫയൽ ഡൗൺലോഡ് ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. അടുത്തത് പാർട്ട് 2. അത് റൂഫോസ് ഉപയോഗിച്ച് ബൂട്ട് ഡിസ്ക് ഉണ്ടാക്കൽ. പെൻഡ്രൈവ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുക. വിൻഡോസ് ISO ഫയൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി അതിന് പെൻഡ്രൈവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പെൻഡ്രൈവിനെ ഒരു ബൂട്ട് ഡിസ്കാക്കി മാറ്റണം. അപ്പോൾ അതിന് നമുക്ക് ചെറിയൊരു സോഫ്റ്റ്വെയർ വേണം. റൂഫോസ് എന്ന സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ റൂഫോസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ റൂഫോസ് 3.18 ഡൗൺലോഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് റൂഫോസ് 3.18 ഫോർ വിൻഡോസ് എന്ന് വരും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ആ ഫയൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യുക. മറ്റേ ചെറിയൊരു exe ഫയലാണ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. പെർമിഷൻ കൊടുക്കുക. അപ്പോൾ റൂഫോസിൻ്റെ ഇൻ്റർഫേസ് വരും. ഇതാണ് റൂഫോസിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ അതിൽ നമ്മൾ പെൻഡ്രൈവിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതിൻ്റെ പേര് നമ്മൾ Win10 ബൂട്ട് എന്നാക്കിയിട്ടുണ്ട്. അത് 16 GB ആണ് അതിൻ്റെ കപ്പാസിറ്റി. പിന്നെ ഡിസ്ക് ഓർ ISO ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ ഹാർഡ് ഡിസ്കിൽ അത് D ഡ്രൈവിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചോദിക്കും എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ D ഡ്രൈവ് എടുക്കുക. അതിൽ ഇത് കാണാം വിൻഡോസ്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റാൻഡേർഡ് വിൻഡോസ് ഇൻസ്റ്റലേഷൻ അത് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ പാർട്ടീഷൻ സ്കീം കാണിക്കുന്നുണ്ട്. ഇവിടെ 2 ഓപ്ഷൻ കാണാം, MBR GPT. നമ്മൾ നേരത്തെ കണ്ടു എൻ്റെ കമ്പ്യൂട്ടറിൽ GPT അല്ല MBR ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ MBR സെലക്ട് ചെയ്യുക. ഇതൊന്നും നമ്മൾ വേറെ ഒന്നും മാറ്റം ആവശ്യമുണ്ട്. ഇവിടെയും വോളിയം ലേബൽ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ബൂട്ട് എന്ന് മാത്രമാക്കുന്നു. ഇവിടെ പിന്നെ ഫയൽ സിസ്റ്റം സെലക്ട് ചെയ്യാൻ, അത് NTFS തന്നെയാണ്. ഇതൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്താൽ കൂടി വാണിംഗ് വരും. ഇതിലെ ഫയലെല്ലാം പെൻഡ്രൈവിലെ ഫയലെല്ലാം നഷ്ടപ്പെടും. നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ അതിൻ്റെ വർക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് പെൻഡ്രൈവിലേക്ക് വിൻഡോസ് ISO ഫയൽസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഏകദേശം 1.0% ആയിട്ടുണ്ട്. അത് 100% ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കുള്ള ഭാഗങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ വർക്ക് പൂർത്തിയായിരിക്കുന്നു. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്ത് ഇപ്പോൾ തന്നെ നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലോസ് കൊടുത്ത് തൽക്കാലം നിർത്തുകയോ ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം ക്ലോസ് ക്ലിക്ക് ചെയ്ത് നിർത്തുകയാണ്. പാർട്ട് 3 വിൻഡോസ് 10 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളിപ്പോൾ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ബൂട്ട് മെനു കിട്ടാൻ ഏത് കീയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് ബൂട്ട് മെനു എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് മെനു ആണ്. അപ്പോൾ അത് കിട്ടുന്നതിന്
ഒരു ഫങ്ഷൻ കീ ഉണ്ടാവും. ചില കമ്പ്യൂട്ടറിൽ F8 ആയിരിക്കും, മറ്റ് ചിലതിൽ F9 ആയിരിക്കാം, F12 ആയിരിക്കാം, വേറെ ഏതെങ്കിലും കീ ആവാം. പക്ഷെ മിക്കവാറും ഈ 3 കീകളാണ് കാണാറ്. അപ്പോൾ അതിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതാണ് എന്ന് മനസ്സിലാക്കണം. അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആദ്യം F8 ട്രൈ ചെയ്യുക, അത് ഫെയിലാവുകയാണെങ്കിൽ F9 എടുക്കാം, അല്ലെങ്കിൽ പിന്നെ F12 എടുക്കാം. അങ്ങനെ നോക്കി മനസ്സിലാക്കാവുന്നേ. അപ്പം വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമ്മൾ ആദ്യം വേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബൂട്ടബിൾ പെൻ ഡ്രൈവ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത ഉടനെ തന്നെ ഇതിലെ ഫങ്ഷൻ കീ ഏതാണോ ആ ഫങ്ഷൻ കീ തുടർച്ചയായിട്ട് അമർത്തിക്കൊണ്ടേയിരിക്കുക. മെല്ലെ അമർത്തിയാൽ മതി, വളരെ ശക്തി കൂട്ടി അമർത്തണമെന്നില്ല. അപ്പോൾ ഫങ്ഷൻ കീ കറക്റ്റ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ബൂട്ട് മെനു നമുക്ക് വന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ നമുക്ക് ബൂട്ട് ചെയ്യാൻ പറ്റിയ ഏതൊക്കെ ഓപ്ഷനാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ളത് എന്നാണത് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഇവിടെ USB ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ചിലതിൽ ഡിസ്ക്, ചില കമ്പ്യൂട്ടറിലെ ഡിസ്കിൻ്റെ പേര് തന്നെ കാണിക്കും, സാൻ ഡിസ്ക് അല്ലെങ്കിൽ HP എന്നൊക്കെ കാണിക്കും. അപ്പോൾ അത് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അത് ഈ അപ്പ് ആൻഡ് ഡൗൺ ഏറോ കീ ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് മേലോട്ടും താഴോട്ടും പോകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പെൻ ഡ്രൈവിലേക്ക് വന്ന് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ പെൻ ഡ്രൈവിൽ നിന്ന് വിൻഡോസ് ഇൻസ്റ്റലേഷൻ ആരംഭിക്കുന്നതാണ്. ബൂട്ടബിൾ പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത ഉടനെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. ഇതിൽ 3 ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ലാംഗ്വേജ് ടു ഇൻസ്റ്റൽ, അത് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നെടുക്കുകയാണ് നല്ലത്. കാരണം ചിപ്പും അതുപോലെ കമ്പ്യൂട്ടർ കമ്പോണൻറ്റും അധികവും US ബേസ്ഡാണ്. ബാക്കി 2 ടൈം ആൻഡ് കറൻസി ഫോർമാറ്റും അതുപോലെ കീബോർഡ് ഇൻപുട്ട്, അത് രണ്ടും ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ നൗ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രോഡക്റ്റ് കീ ആവശ്യപ്പെടും. പ്രോഡക്റ്റ് കീ ലൈസൻസ്ഡ് വേർഷൻ വാങ്ങിയവരുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ. പ്രോഡക്റ്റ് കീ ഇല്ലാത്തവർ താഴെ കാണുന്ന ഐ ഡോണ്ട് ഹാവ് എ പ്രോഡക്റ്റ് കീ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ വിൻഡോസ് 10ൻ്റെ ഡിഫറൻറ്റ് ഓപ്ഷൻസ് വരും. അതിൽ വിൻഡോസ് 10 Pro ആണ് സാധാരണ ഉപയോഗത്തിന് നല്ലത്. അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ 2 ഓപ്ഷൻ വരും. മേലത്തെ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണ്, താഴത്തെ കസ്റ്റം പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ്. കസ്റ്റം സെലക്ട് ചെയ്യുക. കസ്റ്റം സെലക്ട് ചെയ്താൽ നമ്മുടെ ഡിസ്കിൻ്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ അതിൽ പ്രൈമറി എന്ന് കാണുന്ന ഏതെങ്കിലും ഒരു ഡ്രൈവ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പാർട്ടീഷൻ 4 എടുക്കുന്നു, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ആരംഭിക്കും. ഓരോ ഐറ്റം കഴിയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഗ്രീൻ ടിക്ക് വരും. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. ഇടയ്ക്ക് വരുന്ന സമയം ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും. അത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ 2-3 തവണ റീസ്റ്റാർട്ട് ചെയ്യും. അതിലൊന്നും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ ഇടപെടേണ്ടതുള്ളൂ. ഇവിടെ രാജ്യം സെലക്ട് ചെയ്യണം. താഴെ കാണുന്ന ഇന്ത്യ സെലക്ട് ചെയ്ത് യെസ് കൊടുക്കുക. ഇനി കീബോർഡ് ലേഔട്ട് രണ്ടാമത് കാണുന്ന ഇംഗ്ലീഷ് ഇന്ത്യ കൊടുക്കുക. സെലക്ട് ചെയ്ത് യെസ് കൊടുക്കുക. സെക്കൻഡ് കീബോർഡ് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ സെറ്റപ്പ് പേഴ്സണൽ യൂസിനാണോ ഓർഗനൈസേഷനാണോ? നമ്മൾ തൽക്കാലം ആദ്യത്തെ മേലെ കാണുന്ന പേഴ്സണൽ യൂസ് എടുക്കാം. പേഴ്സണൽ യൂസ് എടുത്ത് നെക്സ്റ്റ് കൊടുക്കാം. മൈക്രോസോഫ്റ്റ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അടുത്ത് ബോട്ടം കോർണറിൽ കാണുന്ന ഓഫ്ലൈൻ അക്കൗണ്ട് എടുക്കാം. ഇനി മൈക്രോസോഫ്റ്റ് ആപ്പ് സർവീസ് വേണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഗെറ്റ് ഇറ്റ് നൗ എന്ന് കൊടുക്കാം. തൽക്കാലം നമ്മളത് എടുക്കുന്നില്ല. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലിമിറ്റഡ് എക്സ്പീരിയൻസ് എടുക്കാം.
നിങ്ങളുടെ കമ്പ്യൂട്ടർ വേണമെങ്കിൽ പേര് കൊടുക്കാം, പേര് കൊടുക്കുന്നെങ്കിൽ പേര് കൊടുത്ത് നെക്സ്റ്റ് അടിക്കാം. അതുപോലെ പാസ്വേഡ് കൊടുക്കുന്നുണ്ടാണെങ്കിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. പാസ്വേഡ് വേണ്ടെങ്കിൽ ഡയറക്റ്റ് നെക്സ്റ്റ് കൊടുക്കാം. ആക്ടിവിറ്റി ഹിസ്റ്ററി ആവശ്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കാം. തൽക്കാലം നമ്മൾ നോ കൊടുക്കാം. ഇവിടെ നോ കൊടുക്കാം. ഡിജിറ്റൽ ഹെൽപ്പ് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാം. നമ്മളിവിടെ ഡിക്ലൈൻ ചെയ്യും. ഈ ഓപ്ഷൻസൊക്കെ അതുപോലെ തന്നെ കൊടുക്കുകയാണ് നല്ല. അതിൽ ചേഞ്ച് ഒന്നും വരുത്തേണ്ടില്ല. ഓൺ ലൈൻ സ്പീച്ച് റെക്കഗ്നേഷൻ, ഫൈൻഡ് മൈ ഡിവൈസ്, എക്സെട്ര എക്സെട്ര, അതൊക്കെ മാറ്റമില്ലാതെ വെച്ച് ആക്സെപ്റ്റ് കൊടുക്കുക. ഈ ഹായ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിൻഡോസ് ഇൻസ്റ്റലേഷൻ പൂർത്തിയായിരിക്കുന്നു എന്നാണ്. ഇത് പറയുന്ന അത്ര അധിക സമയം എടുക്കില്ല. ഓക്കെ, ഇപ്പോൾ വിൻഡോസ് വെൽക്കം സ്ക്രീന് വന്നിട്ടുണ്ട്. നമുക്ക് സ്ക്രീനിൽ 2 ഐക്കൺസ് കാണാം. മൈക്രോസോഫ്റ്റ് എഡ്ജും റീസൈക്കിൾ പിന്നും. മൈക്രോസോഫ്റ്റ് എഡ്ജ് ഒരു ബ്രൗസിംഗ് സോഫ്റ്റ്വെയറാണ്. അതുപയോഗിച്ച് അത് ഗൂഗിൾ ക്രോം അടക്കമുള്ള സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.